നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു നായിക തന്നെയാണ് നയൻതാര. മാത്രമല്ല, സിനിമയ്ക്ക് പുറമെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ സംരംഭവും താരം നടത്തുന്നുണ്ട്. വിവാഹത്തിന് ശേഷം സന്തോഷത്തോടെ ജീവിക്കുകയാണ് നയൻസ്. എന്നാൽ ഇന്നും പ്രഭുദേവയുമൊത്തുള്ള നയൻതാരയുടെ പ്രണയകഥകൾ ചർച്ചയാകാറുമുണ്ട്. തെന്നിന്ത്യയിൽ ചർച്ചാ വിഷയമായിരുന്ന പ്രണയ ജോഡികൾ തന്നെയായിരുന്നു നയൻതാരയും പ്രഭുദേവയും. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലായിരുന്നു 2010 വെളിപ്പെടുത്തൽ. പ്രഭുദേവ നേരത്തെ വിവാഹത്തിനും 3 കുട്ടികളുടെ പിതാവുമായിരുന്നു. ആദ്യ ഭാര്യ റംലത്ത് എന്ന ലതയാണ് നയൻതാരയുമൊത്ത് ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്നും പറഞ്ഞ് ലത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവർ അതിനെതിരെ കുടുംബ കോടതിയിൽ കേസ് ഫയലും ചെയ്തിരുന്നു. എന്നാൽ 2011 ലതയും പ്രഭുദേവയും ഡിവോഴ്സായി. 2012 നയൻതാരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധവും അവസാനിപ്പിച്ചു. നയൻതാര അവരുടെ ബന്ധത്തിൽ സ്ട്രോങ് ആയിരുന്നു. പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാനായി ക്രിസ്ത്യാനിയായിരുന്ന നയൻതാര ഹിന്ദു മതം വരെ സ്വീകരിച്ചു. ഏറ്റവും രസകരമായി തോന്നിയത് നയൻസിന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു ആയിരുന്നു. PD എന്നായിരുന്നു ടാറ്റുവിൽ എഴുതിയിരുന്നത്. പ്രഭുദേവയുടെ P എന്ന അക്ഷരവും ഇംഗ്ലീഷിലും ബാക്കിയുള്ളവ തമിഴിലുമാണ് ടാറ്റു ചെയ്തത്. കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്ന ഇരുവരും വിവാഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ ബന്ധത്തിൽ നിന്ന് നയൻതാര പിന്മാറിയത്. ആരാധകരെ നിരാശരാക്കിയ 2 പേരായിരുന്നു പ്രഭുദേവയും നയൻതാരയും. 2010 കാലഘട്ടത്തിൽ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരങ്ങൾ തന്നെയാണ് ഇരുവരും. മാത്രമല്ല, പല സ്റ്റേജ് ഷോസിലും ഇരുവരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2015 ഞാനും റൗഡിതാൻ എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ വിഘ്നേഷ് ശിവനുമൊത്തായി നയൻതാരയുടെ യാത്രകൾ. അങ്ങനെ നയൻതാര തന്നെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയത്. കഥ പറയാൻ വന്ന സംവിധായകനോട് തോന്നിയ ആരാധന പിന്നീട് പ്രണയമായി മാറി. എങ്കിലും പഴയ PD എന്ന ടാറ്റു താരത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ 2019 അതിന്റെ രൂപത്തിൽ ഒരുപാട് മാറ്റം വന്നിരുന്നു. PD എന്നത് പിന്നീട് പോസിറ്റിവിറ്റി എന്നാക്കി മാറ്റി. അതേതായാലും നല്ലൊരു മാറ്റമായിരുന്നു. ജീവിതത്തിലെ പോസിറ്റിവിറ്റി പഴയ ടാറ്റുവിലും കൊണ്ടുവന്നു. വിഘ്നേഷ് ശിവനുമൊത്ത് വിദേശത്തുള്ളപ്പോഴാണ് ഈ ടാറ്റു പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നതും ആളുകൾ അത് പോസ്റ്റ് ചെയ്യുന്നതും. നയൻതാര ഇന്ന് വലിയൊരു ബിസിനസ് സംരംഭം കൂടിയാണ്. വിവാഹവും അമ്മയായതും എല്ലാം വിവാദങ്ങളായിരുന്നു. വിഘ്നേഷ് ശിവനും അവസാനം വേർപിരിയുമെന്നായിരുന്നു പലരുടെയും ധാരണ. എന്നാൽ ഇരുവരും കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.